ഹലോ ഗായ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വെട്ടി കേക്ക് വാങ്ങിച്ചു. അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിക്കൂടാ. ഞാനിങ്ങനെ വിചാരിച്ചു. എന്തായാലും ഉണ്ടാക്കി സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. കരിങ്കോഴിയുടെ മുട്ടയാണ് എടുത്തേക്കുന്നത്. ഫുള്ളായിട്ട് മുട്ട എടുക്കാം, വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും കൂടെ കൂടിയിട്ട് ഒരുമിച്ചായിട്ട് എടുക്കാം, സെപ്പറേറ്റ് ചെയ്യേണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ആവണം, പതഞ്ഞ് വരും നന്നായിട്ട് മിക്സ് ആവുമ്പം. എന്നിട്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്തത്. അപ്പം ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിനകത്ത് ഇട്ടേക്കണേ. എന്നിട്ട് പഞ്ചസാര പൊടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം കട്ട പിടിക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം ഏലക്കയുടെ ടേസ്റ്റ് വരുമ്പോൾ നല്ല അടിപൊളിയാണ് സംഭവം. അപ്പം ഒരു നുള്ള് ഏലക്ക പൊടിച്ചതും കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്ന് നമുക്ക് കാണാം. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളിയാകുമെന്ന്. എന്തായാലും നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഞാനും ഒരു പരീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഞാനും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. എത്രമാത്രം ശരിയാകുമെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു. സംഭവം അടിപൊളിയാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ അല്പം ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഞാൻ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തു. നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇത് മിക്സ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മൈദ കുറച്ച് ആഡ് ചെയ്യുക. കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ അല്പം പാലും കൂടെ ചേർത്തിട്ട് വേണം കുഴയ്ക്കാൻ. അപ്പോൾ നന്നായിട്ടത് എത്രത്തോളം നന്നായിട്ട് മാവ് മയമാകുന്നു അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വെട്ടി കേക്കും ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് മൈദ ആഡ് ചെയ്തിട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുക. അപ്പം നിങ്ങൾ കുഴയ്ക്കാൻ നേരത്ത്, അതായത് നിങ്ങളിത് മിക്സ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ കയ്യിൽ അല്പം നെയ്യും കൂടെ പുരട്ടുക. എന്നിട്ട് നിങ്ങളിത് മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പം നന്നായിട്ടത് ഒരു നല്ല മാർദ്ദവമായിട്ട് മാവ് കിട്ടും. ഇപ്പം നമ്മുടെ മാവ് നല്ല മാർദ്ദവമായിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കളറ് ചേർക്കാം കേട്ടോ. ഞാൻ കളറ് ചേർത്തിട്ടില്ല. ഇതിനകത്ത് കളറ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു യെല്ലോയിഷ് കളറിൽ കിട്ടും. ഞാൻ കളറ് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ മാവ്. അതിൽ നിന്ന് കുറച്ച് പോർഷൻസ് എടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് പരത്തിയിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഷേപ്പ് ഇതായതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ കാണാം.